പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് സ്ലോവേനിയയിലാണ്. സ്ലോവേനിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലുബ്ലിയാന അല്ലേ പ്രൊണൗൺസിയേഷൻ എല്ലാം ഇവിടെ. കാരണം നമ്മുടെ സ്പെല്ലിങ് ഡിഫറെന്റ് ആയിരിക്കും, പ്രൊണൗൺസ് ചെയ്യുന്നത് വേറെ ആയിരിക്കും. സോ ലുബ്ലിയാനയിൽ നിന്നും ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വാട്ടർഫോളിലേക്കാണ് പോകുന്നത്. സോ ഞാൻ ഒറ്റക്കല്ല, ലെസിൻ ഉണ്ട്, പിന്നെ നൂറിൽ ഹക്ക്. ഓ, പേരെല്ലാം ഡിഫിക്കൽട്ട് ആണ് എല്ലാവരുടെയും. അപ്പൊ ഇവര് നാട്ടില് രണ്ടുപേരും പെരിന്തൽമണ്ണയാണ്. സോ ഇവിടെ പഠിക്കുന്നില്ല രണ്ടുപേരും. സോ നമ്മള് 3 പേരും കൂടെയാണ് പോകുന്നത്. ഡോണയും കൂടെ വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാർക്ക് ചെറിയൊരു പെയിന് വയറുവേദന ഒക്കെ ആയിട്ട് പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ 3 പേരും കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു 1 hour 15 minutes ഒക്കെ എടുക്കും. നമ്മളെ നാട്ടിലെ പോലെ അല്ല. നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 80 കിലോമീറ്റർ പോകണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും അല്ലേ? അത് പെട്ടെന്ന് എത്തും. അങ്ങനെ ഇവിടെ ഈവൻ റോഡ് സൈഡിലും വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് ഇവിടുത്തെ വെതർ ചേഞ്ച് ആയിട്ടോ. നമുക്ക് ഇപ്പോൾ ഇവിടെ മഴയായിട്ടുണ്ട്. വെയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസ് ആയനെ. പക്ഷെ ഇപ്പോൾ പെട്ടെന്നാണ് ചേഞ്ച് ആയത്. ഇപ്പം ഇന്നലെ ആണെങ്കിലും നൈറ്റ് ഒക്കെ ആയപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു ക്ലൗഡി ആയി മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ വെതർ പെട്ടെന്ന് മാറൂലേ? 11 മണി വരെ ഇവിടെ സമ്മർ സമ്മർ ടീഷർട്ട് ഇറങ്ങിയാണ്. എന്നിട്ട് നമ്മളിപ്പോ ഓൾറെഡി കാറ് ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് ഓൾറെഡി ജാക്കറ്റ് എല്ലാം എടുത്തിട്ടാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ. ഞാൻ പിന്നെ ഇറങ്ങിയപ്പോ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഒരു ജാക്കറ്റ് കയ്യിൽ വെക്കണം അല്ലെ? വെതർ എപ്പോഴാ ചേഞ്ച് ആവാന്ന് പറയാൻ പറ്റൂല. ഈ മാസം കൂടി ഇതേപോലെ പിന്നെ അങ്ങോട്ട് നല്ല പ്യൂർ വെതർ എന്തായാലും സമ്മർ പീക്ക് സമ്മർ. ഇപ്പോ സമ്മർ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും വെതർ ഡിഫറൻസ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ജൂൺ തൊട്ടിട്ടാണ് ശരിക്കും യൂറോപ്പില് സീസൺ അല്ലേ? ഫുള്ള് ഡേ ടൈം നൈറ്റ് കുറയും. ഇവിടെ ഒരു 10 മണി വരെയൊക്കെ തന്നെ, 9:30 വരെയൊക്കെ എനിക്ക് തോന്നുന്നു. ചില കൺട്രിയിലൊക്കെ 10 മണി വരെയൊക്കെയും ഡേ ലൈറ്റ് ഉണ്ടാവും. സോ ഡേ ലൈറ്റ് ആയിരിക്കും കൂടുതൽ, നൈറ്റ് കുറവായിരിക്കും. അപ്പോഴോ സമ്മറിലാണ് ഏറ്റവും ബെസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാണ്, യൂറോപ്പ് വിസിറ്റ് ചെയ്യാൻ. പിന്നെ ഡിപ്പെൻസ് ആണ്, സ്നോ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ തണുപ്പുള്ള ടൈമിൽ അങ്ങനെ ഓരോ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഇവിടെ. പക്ഷെ രാത്രി ആയാലും സമ്മറിൽ വലിയ ചൂടുണ്ടാവില്ലല്ലോ. പകല് ചൂടുണ്ടെങ്കിൽ പോലും രാത്രി വലിയ കുഴപ്പമൊന്നുമില്ല, നൈസാണ്. പകലുള്ള കുറച്ചുകൂടി ചൂടുണ്ടാവുള്ളൂ. നൈറ്റ് അങ്ങനെയില്ല, ഭയങ്കര കാമൻ കൊയിറ്റായിരിക്കും ഉണ്ടാവും. അതാണ് ഏറ്റവും അടിപൊളി. സമ്മർ ആണെങ്കിൽ 32 മാക്സിമം ആണ് വരുള്ളൂ. ഹയസ്റ്റ് ടെമ്പറേച്ചർ ആണ് കേട്ടോ വരുന്നത്. സോ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ ഭയങ്കര നൈസാണെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. ഈ സ്ലോവേനിയ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ രാജ്യമാണ് കേട്ടോ. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാല്? ഓരോ ബോർഡറിലേക്ക് പോയി കഴിഞ്ഞാല് ഓരോ ബോർഡർ എത്തി. ഇറ്റാലിയൻ ബോർഡർ, ക്രൊയേഷ്യൻ, ഹംഗറി, അതേപോലെ ഓസ്ട്രിയ ബോർഡർ ഒക്കെ എത്തി. എല്ലാം ഒരു 1 hour 1.5 hour ഡ്രൈവ് ചെയ്താൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എത്തും. ഇപ്പൊ ഫുള്ള് ഗ്രീനറി ആയി തുടങ്ങിയിട്ട് കുറച്ചുകൂടെ ഗ്രീൻ ആവും തോന്നുന്നല്ലേ? കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ലൈക്ക് സമ്മർ, പ്യോർ സമ്മർ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ഇവിടെ എല്ലാം ഓസ്ട്രിയൻ ബോർഡറുകളാണ്. ഓക്കെ, ഓസ്ട്രിയന്റെ സൈഡിലേക്കാണ് കേട്ടോ. നമ്മളിപ്പോ അങ്ങോട്ടൊരു 1 hour പോയി കഴിഞ്ഞാൽ തന്നെ ഓസ്ട്രിയ എത്തും. നമ്മള് പോകുന്ന വഴിയൊക്കെ മൊത്തം ഗ്രീനറി ആണ് കേട്ടോ. നമുക്ക് കൊറേ ഇത് പൈൻ ട്രീസ് ആണോ എന്താന്ന് അറിയില്ല അല്ലേ? മിണ്ടാണ്ടിരിക്കുന്നത് ചോദിച്ച സമയത്ത്. അടിപൊളി റൂട്ടാണ്, നോക്ക്, നല്ല നൈസ് ആയിട്ടുള്ള വഴിയാണ്. പിന്നെ ഇവിടെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലും ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യൂല നാട്ടിൽ ബ്യൂട്ടിഫുൾ ആണ്. കാരണം എന്താ, പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഉണ്ടാ പോകുന്ന വഴിക്കൊക്കെ ഈവൻ ഡസ്റ്റ്ബിൻസ് ഉണ്ടാവും. പ്രോപ്പറായിട്ട് ഒരാൾ പോലും ഡസ്റ്റ്ബിൻ അല്ലാണ്ട് എവിടെയും പുറത്തൊന്നും അല്ല, ഒന്ന് തുപ്പണമെങ്കിൽ പോലും ഡസ്റ്റ്ബിന്നിലും വാഷ്റൂം പോയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അതാണ് ആ സംഭവമാണ് നമുക്ക് നമ്മളെ നാട്ടിൽ ആവശ്യം. പിന്നെ ഈ സ്ലോവേനിയ എന്ന് പറയുന്നത് ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയാം കേട്ടോ. സ്വിറ്റ്സർലൻഡ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് സ്ലോവേനിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാല്ലേ. ഓൾമോസ്റ്റ് എന്താ പറയുക, ഗ്രീനറി ആണെങ്കിലും ലൈക്ക് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഇവിടെ ആക്ച്വലി കുറേ ഹൈക്കിങ് അങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് ടൈം കുറവായതുകൊണ്ട് മാത്രമാണ് ഞാനൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത കേട്ടോ. ഈ ഫ്യൂവൽ സ്റ്റേഷനിലൊക്കെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പെട്രോൾ അടിക്കുന്നത്. നമ്മളെ നാട്ടിലെ പോലെ വേറെ ആൾക്കാർ വന്ന് പെട്രോൾ അടിക്കൂല കേട്ടോ. പോകുന്ന വഴി നോക്ക്, വാവ് എന്ത് രസമാണെന്നറിയോ.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നിറയെ പൂക്കളായിട്ട് ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് തണുപ്പുണ്ട്. നെക്സ്റ്റ് മന്തൊക്കെ ആകുന്ന സമയത്ത് ആ തണുപ്പെല്ലാം മാറി ഇങ്ങനെ വെയിൽ വരുന്ന സമയത്ത് കൂടുതൽ പൂക്കളായിരിക്കും കേട്ടോ. ശരിക്കും എന്താ പറയുക, ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ തന്നെ രസമുള്ള അതേപോലത്തെ ഒരു സ്ഥലമാണ്. ഞാൻ സ്വിറ്റ്സർലാൻഡ് പോയിട്ടില്ല, കാരണം എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. കാരണം സ്വിറ്റ്സർലാൻഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ ഒരു 500 രൂപ കൊടുക്കണം. പക്ഷെ അവിടുത്തെ വെള്ളം അടിപൊളി വെള്ളമാണ്. മീൻസ് നമുക്ക് ടാപ്പ് വാട്ടറൊക്കെ കുടിക്കാം. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ നല്ല പൈസയാവും. ഒരു 5000 രൂപ ഇന്ത്യ റുപ്പിയിൽ വെച്ച് നോക്കുമ്പോൾ അത്രയും പൈസയാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോവാത്തത്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഒരു ഫ്ലൈറ്റ് എടുത്ത് ഓരോ വിസ എടുത്ത് വരുമ്പോൾ തന്നെ എന്തോരം പൈസ ആവുന്നുണ്ടെന്നറിയാം. ആർക്കും അറിയില്ല ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തോരം പൈസ ചിലവുണ്ട് എന്നുള്ളത്. ഓരോ കൺട്രി മാറുമ്പോഴും ഓരോ കാര്യത്തിനും ഭയങ്കര ചിലവാണ്. അതും ഞാനിങ്ങനെ ഓരോ സ്ഥലത്തെല്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ സ്റ്റേ ചെയ്ത് അങ്ങനെ പോകുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര കൺട്രിയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോലും പറ്റുന്നത്. നമ്മളിത് ഓൾമോസ്റ്റ് ആ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്ക് എന്ത് രസമാണെന്ന്. ഇവിടുത്തെ വില്ലേജസ് ഒക്കെ ഭയങ്കര നൈസാണ്. പക്ഷെ നമുക്കിങ്ങനെ അവിടെ പോയി അങ്ങനെ നിൽക്കാനൊന്നും പറ്റൂലല്ലോ. എയർബിഎൻബി അതിന്റെ നടുവിൽ എയർബിഎൻബിസ് ഉണ്ടാവും, അവിടെ പോയി നിൽക്കുക, അല്ലാണ്ട് അങ്ങനെ പറ്റൂല. പക്ഷെ നല്ല വ്യൂ ആയിരിക്കും അല്ലേ ഇവിടുന്ന്, അടിപൊളി. ഇവിടുത്തെ വീടുകളാണെങ്കിലും കാണാൻ ഭയങ്കര നൈസാണ് കേട്ടോ. കണ്ടോ, വാവ്, ഫുൾ ഗ്രീനറി. ഇവിടെ സ്നോ വീഴുന്ന സ്ഥലമാണോ? ഓക്കെ. അപ്പോൾ വിന്റർ ടൈമിലാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് സ്നോയും ഉണ്ടാവും. എന്ത് രസാന്നറിയോ. ട്രിഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് കേട്ടോ ഇവിടുത്തെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ഫോറസ്റ്റ് ആണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെ തന്നെ ഏറ്റവും വലിയ ഒരു നാഷണൽ പാർക്കാണിത്. സോ അതിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ നാഷണൽ പാർക്ക് അപ്പുറത്തേക്ക് എൻട്രി ഫുള്ള് കംപ്ലീറ്റ് ഓസ്ട്രിയൻ ബോർഡർ ഒക്കെ കവർ ചെയ്തിട്ട് വരുന്ന ഏറ്റവും വലിയ ഹൈയസ്റ്റ് പീക്ക് ഒക്കെ ഇവിടെയാണ്. ഓക്കെ, ഇത് പീസ്ഫുൾ ആയിട്ടുള്ള അല്ലേ, സമാധാനമുള്ള ഒരു സ്ഥലം. നമ്മൾ വാട്ടർഫാൾ പോണതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കൊരു 10 minutes ഹൈക്കിംഗ് ഉണ്ട്. ആക്ച്വലി ഇവിടെ ഇഷ്ടംപോലെ ഹൈക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. സോ നമ്മളുടെ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണം പോതെ. അങ്ങ് ദൂരെ കണ്ടൊരു വര, അതാണ് ആ വാട്ടർഫാള്. ഓക്കെ, നമുക്ക് ഉള്ളിൽ അങ്ങോട്ടൊക്കെ പോവാം. കൊട എടുക്കണോ? മഴ പെയ്യോ? വെതർ പെട്ടെന്ന് അവിടെ ചേഞ്ച് ആവാതാ. ഈ വാട്ടർഫാളിന്റെ പേരെന്താ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് ചോദിച്ചോക്കെ. എന്താ പറയാ, നിങ്ങൾ ഇവിടെ നിക്കുന്നല്ലേ? ചായ സ്ലാപെരിഷ്നിക്ക് അതാണ് കേട്ടോ പറയാ. സ്വിമ്മിങ് ഇതൊന്നും അലോഡ് അല്ലല്ലോ. ഡോഗ്സാ, ഡ്രോണ്, പിന്നെന്താ? ഡോഗ്സ് ഇല്ല, അല്ലാതെ ഇത്രയും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. സ്ലിപ്പറിന്റെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് പോയൊക്കെ. ഇതാണ് മുകളിലേക്ക് പോകുന്നത്. എൻട്രി ടിക്കറ്റ് ഒന്നും വരുന്നില്ല, ഫ്രീ എൻട്രി ആന്ന് തോന്നുന്നു അല്ലേ? ഫ്രീ എൻട്രി അല്ലേ? ആരും ഇല്ല, ശരിയാണല്ലോ. എനിക്കൊന്ന് സമ്മറിലായി കഴിഞ്ഞാൽ ഫുള്ള് സമ്മർ എന്ന് വെച്ചാൽ ഇപ്പൊ സമ്മർ സ്റ്റാർട്ടിങ് ആയല്ലോ. എനിക്കെന്നാ ഇഷ്ടമാണ്, സമാധാനമാണ് എനിക്കിഷ്ടം. ആൾക്കാരധികം ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് നൈസായിട്ട് സെറ്റാണ്. ഇതുവഴി ഒരു 10 minutes ഹൈക്ക് ഉണ്ട് കേട്ടോ. കുറച്ച് സ്റ്റീപ്പാണ്, പക്ഷെ കുഴപ്പമില്ല. കണ്ടോ, വഴിയിലൊന്നും ആൾക്കാരെ പോലും കാണുന്നില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഫുൾ നാച്ചുറലി പീസ്ഫുൾ ആയിട്ടുള്ളൊരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മരം വെച്ചിട്ട് തന്നെ സ്റ്റെപ്പ് പോലെ കാണുന്നുണ്ട് കേട്ടോ. മരവും കല്ലും ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ വഴി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ പൈൻ ട്രീസും. എൻ്റെ ഓൾറെഡി എൻ്റെ ബോഡി ഓൾറെഡി വീക്കായുണ്ട്. ചത്ത് അതേ പോകുന്ന വഴി 5 minute ഉള്ളു. മുകളിലേക്ക് ഇങ്ങനെ കയറണം. അവർക്ക് എൻ്റെ അത്രയും സ്റ്റാമിന ഇല്ല. ജിമ്മിലുള്ള ഡെയിലി പോകണ്ടെന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, ചെറുതായിട്ട്. പക്ഷെ നൈസാ, ഒരാളും ഇല്ല കേട്ടോ ഇവിടെ. ഓൾമോസ്റ്റ് ഇതേ വാട്ടർഫാൾ എത്തിയിട്ടുണ്ട് കേട്ടാ. 5 minute ഉള്ളൂ, പക്ഷെ നല്ല സ്റ്റീപ്പാണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, വളരെ കുറച്ച്. സ്ലോവേനൊന്നും ആരും അധികം എത്തിപ്പെട്ടിട്ടില്ല, അതാണ്. നമുക്ക് ടൈമും കുറവാ. വാവ്, ഇത് 96 മൂവിയില്ലേ, അതിലെ പോലെ ഉണ്ട്. അതിലെ വാട്ടർഫാൾ അതുപോലെ ഇരിക്കുന്നു. കുറച്ച് പേരുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് ഹൈക്ക് ചെയ്ത് വേറെ സ്ഥലത്തേക്കൊക്കെ പോവാം കേട്ടോ. അടിപൊളിയാണ്.
ഓ നല്ല വലുതാട്ടോ വാട്ടർഫാള്, കൊള്ളാം. അടിപൊളി വെതറും എന്ത് സമാധാനം നോക്കി. ഓ ആ കുറച്ച് ആൾക്കാരുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഡിസ്റ്റർബൻസോ ക്രൗഡോ ഒന്നുമില്ല. ഭയങ്കര പീസ്ഫുൾ സമാധാനം. ഓ കാറ്റടിക്കുന്നു, തണുത്ത കാറ്റ് തണുക്കുന്നുണ്ട്. ഈ കട്ടിയുള്ള ഡ്രസ്സായിട്ടില്ല, എന്നിട്ട് എനിക്ക് തണുക്കുന്നത് ഭയങ്കര റിഫ്രഷിങ് ആണ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര അടിപൊളി വാട്ടർഫാളും നല്ല ഗ്രീനറി. കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഗ്രീനറി ആയിരിക്കും. എന്നാലും ഇവിടെ ഓവർ ക്രൗഡഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ഒറ്റയ്ക്കൊക്കെ വന്നിട്ട് സമാധാനമായിട്ട് കുറേ നേരം വന്നിരിക്കാം. പിന്നെ ഫ്രീ എൻട്രി ആണ്. ഫ്രീ എൻട്രി ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് കേട്ടോ യൂറോപ്പിൽ. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ പോകാം കേട്ടോ. ഇതിൻ്റെ ഒരു 360 ആംഗിൾ മൊത്തം കവർ ചെയ്തിട്ട് പോകാം. നോക്കി പോകണം. ചെറിയ സ്ലിപ്പറിയൊക്കെയാണ്, കാരണം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടും പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, വാവ്, കണ്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വന്നപ്പോൾ ദേ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടും. ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ വേറെ വേറെ വ്യൂ ആണ്. നമുക്ക് അതിന് ഇതിൽ കൂടെ കറങ്ങിയിട്ട് റൗണ്ട് അടിക്കുക, ഒരു 360 ആംഗിളിൽ ഹൈക്ക് ചെയ്തിട്ട് പോകാട്ടോ. ഇവിടെ നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കണ്ടോ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ഇവിടുന്ന് കാണാൻ നോക്ക്, ഈ ഒരു ആംഗിളിൽ നിന്ന് ആ ഒരു വാട്ടർഫാൾ കാണാൻ വെറൈറ്റി ആയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ, കാരണം നമുക്ക് അധികം ടൈമില്ല. നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ദാ നല്ല അടിപൊളി വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. വന്ന വഴി കൂടെ അല്ല നമ്മൾ ഇറങ്ങുന്നത്, തിരിച്ചിറങ്ങുന്നത് വേറെ വഴി കൂടെയാണ് കേട്ടോ. കാരണം ഇവിടുന്ന് ഇന്ന് ഞാൻ ക്രൊയേഷ്യയിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഫ്ലിക്സ് ബസ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കഴിഞ്ഞ ദിവസമെല്ലാം എന്തോരം ഫ്ലിക്സ് ബസ്സാണ് ഞാൻ മിസ്സാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിത് മിസ്സാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഇവിടുന്ന് വീണ്ടും 80 കിലോമീറ്റർ അങ്ങോട്ടെല്ലാം പോകാനുണ്ട്, അപ്പോൾ ടൈം എടുക്കും. സോ നമ്മളിപ്പോൾ ഇതുവഴി ഇറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മൂക്കല്ലതാവുന്നു. പെട്ടെന്ന് ഇവിടുത്തെ വെതർ മാറുന്നുണ്ടോ, പെട്ടെന്ന് വെയിൽ വരും, വെയിൽ വന്നിട്ട് പെട്ടെന്ന് ചെറിയ മഴ ചാറും. അങ്ങനെ അവിടെ വെള്ളം ഇങ്ങനെ നന്നിട്ടാവുന്നു. എനിക്ക് ഓൾറെഡി കോൾഡ് മാറിയിട്ടേ ഇല്ല. അവിടെ നിന്ന് ഇറങ്ങിയത് തിരിച്ചു പോവാണ് കേട്ടോ. പോകുന്ന വ്യൂ കണ്ടില്ലേ, നമുക്ക് എന്ത് രസമാണ്. ഇപ്പം വീണ്ടും ചെറിയ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിന്ററിൽ സ്കീ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. കണ്ട, കാരണം അവിടെ നിന്ന് ഇങ്ങനെ കുത്തനെ ഇറക്കാണ്. ഇപ്പൊ പിന്നെ അവിടെ ഫുള്ള് ഗ്രീനറി ആയിട്ടാണ്, ഈവൻ പൂക്കളൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. നോക്ക്, അതിന്റെ മുകളിൽ നിന്ന് അടിപൊളിയായിരിക്കും. നമ്മൾ ഫൈനലി ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ അവർ പോവാണ്, അതിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത്. ഓക്കെ, ബൈ ബൈ, സീ യു. താങ്ക് യു സോ മച്ച്. ഡോണ അവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു ഡോണ, ഫുഡെല്ലാം ആയിട്ട് വന്ന്. താങ്ക് യു സോ മച്ച് മോളെ. അപ്പൊ ഡോണയും ഡോണ ഫ്രണ്ടും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ, എന്റെ ബസ് 10 മിനിറ്റ്സ് എന്തോ ലേറ്റ് അല്ലേ? 10 മിനിറ്റ്സ് അല്ലേ? 10 മിനിറ്റ്സ് ലേറ്റ്. അത് ഞാൻ 10 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നെങ്കിൽ അത് 10 മിനിറ്റ്സ് ഏർലി ആയേനെ. പോയേനെ ഉറപ്പായും പോയേനെ. ഇതുണ്ടോ ഇപ്പൊ ലേറ്റ് ആയിട്ട് വരുന്നു ഫ്ലിക്സ്. സോ ഞാനിതാ എന്റെ ബസ് വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ, 2 ദിവസം അല്ലേ? 2 ദിവസം എന്നാലും എന്താ പറയാ, ടൈം പെട്ടെന്ന് പോയി. 2 മിനിറ്റ് വരെ പോയല്ലേ. വീണ്ടും കാണാം. അടുത്തന്നെ കല്യാണമൊക്കെ ഉണ്ടാവും, അപ്പൊ വീണ്ടും ചിലപ്പോ കാണാം. ബൈ ബൈ. സോ ദേ എന്റെ ബസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതാ കേറാൻ നിൽക്കാണ്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ. കാണാം, വീണ്ടും കാണാം. ഞാനിതാ ക്രൊയേഷ്യയിൽ എത്തിയിട്ടുണ്ട്. എന്നെ കുറച്ച് മലയാളീസൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിട്ടോ. ഞാനിത് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ മലയാളീസിൻ്റെ വീട്ടിലാണ് ഉള്ളത്. എനിക്ക് ഭയങ്കര ടയർഡായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും അപ്പം എടുക്കാൻ പറ്റിയില്ല. ബസ് ഇറങ്ങിയതൊന്നും, ബസ്സിലാകെ ഒരു 2 hours എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കറക്റ്റ് ടൈമിൽ നേരത്തെ എത്തി. 8 മണിക്ക് എത്തണേനും അതിനേക്കാൾ നേരത്തെയാണ് എത്തിയത്. സോ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങണം, ഭയങ്കര ടയർഡാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.